ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ജനസമൂഹത്തിനായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഞങ്ങളുടെ പാപങ്ങൾ കർത്താവെ അങ്ങ് മോചിച്ചു തരണമേ. അങ്ങയുടെ രക്തത്തിന്റെ വലിയ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ പ്രിയപ്പെട്ടവരിലും വ്യാപരിക്കട്ടെ. ഈ സ്റ്റുഡിയോയും ഈ പ്രിയപ്പെട്ടവരിയ്ക്കുന്ന രാജ്യവും സ്ഥലവും അവരുടെ എല്ലാ മേഖലകളും, ബിസിനസ്, ജോലി, ആരോഗ്യം, മക്കൾ, തലമുറ സകലതും യേശുവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഇവരുടെ മേൽ ഇറങ്ങണമേ. ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാനും വചനം ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രവേശിപ്പാനും ഇപ്പോൾ ഈ നേരത്ത് വലിയ അഭിഷേകത്തെ ചൊരിയണമേ. തകർന്നിരിക്കുന്നവർ, വേദനയോടെ ഇരിക്കുന്നവർ, ഭാരത്തോടെ ഇരിക്കുന്നവർ യേശുവിന്റെ രക്തത്താൽ അഭിഷേകത്തെ സ്വീകരിക്കട്ടെ. രൂപാന്തരപ്പെടുന്ന നേരമായി മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എൻ്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്ന് നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമം കൃപയാലത്രേ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യമം കൃപയാലത്രേ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയ എൻ്റെ യേശു അരികിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 8-ാം വാക്യം. പിന്നെ നാം ഓരോരുത്തർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാർ സംസാരിക്കുമ്പോഴും അവിടെ കൂടിയിരുന്ന വിവിധ ഭാഷകളിലുള്ള ആളുകൾ തങ്ങളുടെ സ്വന്തം ഭാഷയിൽ സ്ലീഹന്മാരുടെ വാക്കുകൾ കേൾക്കുവാൻ ഇടവരുന്നു. ഇതെങ്ങനെയെന്നൊരു ചോദ്യം അവിടെ ഉയരുമ്പോൾ ഈ വചനം കേൾക്കാനിരിക്കുന്ന നമുക്കതിന് ഉത്തരമുണ്ട്. സ്വർഗസ്ഥനായ ദൈവം പറഞ്ഞതുപോലെ കാര്യസ്ഥനായ പരിശുദ്ധ റൂഹ ഈ ജനത്തിന്റെ മധ്യേ ഇറങ്ങി വ്യാപരിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ കഴിയണമെങ്കിൽ പരിശുദ്ധ റൂഹ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വ്യാപരിക്കണം. പരിശുദ്ധ റൂഹ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വ്യാപരിച്ചാൽ നമ്മുടെ അകക്കണ്ണ് തുറക്കും, ദൈവ വഴി കാണും, ദൈവ ശബ്ദം കേൾക്കും. അവൻ നമ്മുടെ നല്ല ഇടയനായി മാറും. ദൈവം നമ്മുടെ നല്ല ഇടയനായി മാറുന്നു. ഇടയൻ പറയുന്ന വാക്കുകൾ ആടുകൾ കേൾക്കുന്നു. നമുക്കങ്ങനെ കേൾക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം തരുന്നു, വിവേകം തരുന്നു, കണ്ണു തുറക്കുന്നു, അകം തുറന്ന് ദൈവത്തെ സ്വീകരിക്കുവാൻ തക്ക രീതിയിൽ ഒരുക്കപ്പെടുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വിവിധ വഴികളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വർധനവിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ വർധനവിന് വേണ്ടി ഓരോ വ്യക്തികളും വ്യക്തിപരമായി പ്രവർത്തിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾപ്പാനും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അനുഭവിക്കുവാനും ഇപ്പോൾ ഈ നേരത്ത് നിങ്ങൾക്ക് സാധ്യമാകും. എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുകയാണ്. പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപദേശിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടാകുന്നു. നിങ്ങൾക്ക് വിശ്വാസം ജനിക്കുന്നു. ഫസ്റ്റ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വരുന്നത് വിശ്വാസത്തിലൂടെയാണ്. ഒരു മനുഷ്യന് ദൈവത്തിൽ വിശ്വസിക്കുവാൻ, യേശുവിൽ വിശ്വസിക്കുവാനുള്ള ഒരു ആഗ്രഹം ജനിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ കാൽവെപ്പ് അങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് ആദ്യം വരുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ കയറുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നത്
നിങ്ങൾ എങ്ങനെയാണ് ആ ദൈവ വചനത്തോട്, യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ, യേശു നിങ്ങളെ രക്ഷിച്ചു എന്ന, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന ആ വചനത്തോടൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്? അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ പിന്നീട് അതിയായി ദാഹിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നീരുറവ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായി നിങ്ങൾ മാറുക. നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ സാധ്യമാകും. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സന്ദർഭങ്ങളുടെയും പിന്നാമ്പുറം പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. നിങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തരും. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യകരമായ നിമിഷമാണ് പരിശുദ്ധാത്മാവിനൊപ്പമുള്ള ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് പ്രയാസത്തോടും വേദനയോടും നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമില്ലാതിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക. ക്രിസ്തുവിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. പാപത്തെ ഓർത്ത് ഉപേക്ഷിക്കുക. നിങ്ങളുടെ ജീവിതം ആരംഭിക്കാൻ തുടങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ വലിയ വരം ലഭിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. കർത്താവേ, ശുശ്രൂഷയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവിലുള്ള വിശ്വാസത്തിൽ വളരുന്ന നേരമാകണം. ഇപ്പോൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്നവരിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ഹിതപ്രകാരം ഇവരുടെ മേൽ ഇറങ്ങി ആവസിച്ച് ഇവരെ ബലപ്പെടുത്തി, ഇവരുടെ ആത്മീയ ജീവിതത്തെ പ്രബലപ്പെടുത്തി, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അതുവഴി ഇവരുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും അനുഗ്രഹിക്കപ്പെടുവാൻ, പ്രയാസങ്ങൾ മാറുവാൻ, ബുദ്ധിമുട്ടുകൾ മാറുവാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. 2 ശുശ്രൂഷകൾ ദിവസേന നമുക്കുണ്ട്. 2 മണിയോടെ ഈ ചെറിയ പ്രാർത്ഥന യോഗം, വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥന യോഗം, 2 ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും നിങ്ങളോടുകൂടെ എന്നാളും ഉണ്ടാകട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.